ഇടുക്കിയിൽ രാത്രിയുടെ മറവിൽ മൂന്നാർ മുതിരപ്പുഴയാറിലേക്ക് ശുചിമുറി മാലിന്യം നിക്ഷേപിച്ച ഹോട്ടലിനെതിരെ നടപടിയെടുത്ത് ഗ്രാമപഞ്ചായത്ത്. ഇടുക്കി പഴയ മൂന്നാറിൽ പ്രവർത്തിക്കുന്ന വെസ്റ്റ്വുഡ് ഹോട്ടലിൽ നിന്നുള്ള മാലിന്യമാണ് മോട്ടോർ ഉപയോഗിച്ച് മുതിരപ്പുഴയാറിലേക്ക് തള്ളിയത്. ഹോട്ടൽ അടച്ചു പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പഴയ മൂന്നാറിൽ പ്രവർത്തിക്കുന്ന വെസ്റ്റ്വുഡ് ഹോട്ടലിൽ നിന്നുള്ള ശുചിമുറി മാലിന്യം മുതിരപ്പുഴയിലേക്ക് തള്ളിയത്. സഞ്ചാരികളുമായിട്ടെത്തിയ ഡ്രൈവർ മോട്ടോർ ഉപയോഗിച്ച് മാലിന്യം തള്ളിയത് കാണുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. തുടർന്ന് ദൃശ്യങ്ങൾ പകർത്തി പോലീസിൽ അറിയിച്ചു. സംഭവ സ്ഥലത്തെത്തിയ പോലീസ് മാലിന്യം തള്ളാൻ ഉപയോഗിച്ച മോട്ടോർ അടക്കം പിടികൂടുകയും രണ്ടുപേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഹോട്ടലിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇവർ ചെയ്തത് വളരെ തെറ്റായ ഒരു ഇതാണ് ചെയ്തത്. കാരണം സാധാരണക്കാരെ കുടിവെള്ളം മുട്ടിക്കുന്ന പണിയാണ് ചെയ്തേക്കുന്നത്. ഇത് ഞങ്ങളിവിടെ ടാക്സി ഡ്രൈവർ ഇവിടെ ഗ്രാൻഡ് പ്ലാസയിൽ ഇന്നലെ ഞങ്ങളിവിടെ സ്റ്റേ ആയിരുന്നു പ്ലാസയിൽ. അപ്പോൾ തൊട്ടടുത്തുള്ള പാർക്കിനോട് ചേർന്ന് വെസ്റ്റ്വുഡ് ഹോട്ടലിൽ നിന്ന് ഇന്നലെ സെപ്റ്റി ടാങ്ക് മാലിന്യം തള്ളുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും ഞങ്ങൾ ഡ്രൈവർമാർ അത് പ്രതിഷേധിക്കുകയും ചെയ്തു. പ്രതിഷേധിച്ച സമയത്ത് ഈ ഹോട്ടൽ ജീവനക്കാർ ഞങ്ങളുടെ കാറിലേക്കല്ലല്ലോ ഈ വെസ്റ്റ് തള്ളുന്നത്, പുഴയിലേക്കല്ലേ എന്നുള്ള രീതിയിൽ ന്യായീകരിക്കുകയും ഞങ്ങൾ 100ലേക്ക് വിളിച്ച് പോലീസിനെ വിളിച്ചറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ മൂന്നാർ പോലീസ് വന്നു. അന്വേഷണത്തിൽ പമ്പ് പിടിച്ചെടുത്തു. 3 ജീവനക്കാരെയും കസ്റ്റഡിയിലെടുത്ത് എന്നെ സാക്ഷിയാക്കി ഇത് ചെയ്ത്. പഞ്ചായത്ത് അധികാരികളും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും മാലിന്യം തള്ളിയതായി കണ്ടെത്തിയതോടെ വെസ്റ്റ്വുഡ് ഹോട്ടലിനെതിരെ 50,000 രൂപ പിഴയിടുകയും ഒപ്പം ഹോട്ടൽ അടച്ചുപൂട്ടുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായും പഞ്ചായത്ത് സെക്രട്ടറി വ്യക്തമാക്കി. മൂന്നാറിലെ വെസ്റ്റ്വുഡ് ഹോട്ടല് പുഴയിലേക്ക് കക്കൂസ് മാലിന്യം തള്ളി എന്നുള്ള പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് സൈറ്റ് ഇൻസ്പെക്ട് ചെയ്യുകയും സംഭവം വാസ്തവമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് രാജ് ആക്ടിൽ അനുശാസിക്കുന്ന പ്രകാരം 50,000 രൂപ ഫൈനും സ്ഥാപനം അടച്ചുപൂട്ടാനായിട്ട് സ്റ്റോപ്പ് മെമ്മോയും ഉടനെ തന്നെ കൊടുക്കുന്നതായിരിക്കും. മൂന്നാറിനെ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നതിന് നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ്സടക്കം മലിനപ്പെടുത്തുന്ന ഇത്തരക്കാർക്കെതിരെ കർശന നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റും വ്യക്തമാക്കി. മൂന്നാറിന് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ ലോഡ്ജിൽ നിന്നും കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തോട്ടിലേക്ക് ഒഴുകുന്ന രീതി ഈ നാട്ടിലെ സാധാരണക്കാരായ ഒരു പറ്റം നാടിനെ സ്നേഹിക്കുന്ന ഡ്രൈവർമാരാണ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവർക്ക് നേരെ ഈ ഹോട്ടൽ ഉടമകൾ ഗുണ്ടായിസം കാണിക്കുകയും എന്നാൽ ഈ നടപടി അവർ പെട്ടെന്ന് തന്നെ പോലീസിനെ അറിയിച്ചിട്ട് വീണ്ടും പഞ്ചായത്ത് പ്രസിഡന്റ് നിലയിൽ എനിക്കും അത് വാട്സപ്പിൽ ഇട്ടുന്നു. അത് ഇന്ന് തന്നെ ഞങ്ങൾ ഈ സ്ഥലം സന്ദർശിച്ചു. പഞ്ചായത്ത് രാജ് നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും ഉൾപ്പെട്ടുകൊണ്ടുള്ള നടപടി സ്വീകരിക്കാനായിട്ട് സെക്രട്ടറി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൂന്നാറിൽ പ്രവർത്തിക്കുന്ന ഏതൊരു സ്ഥാപനത്തിനെതിരെയും ശക്തമായ ഹോട്ടൽ ഉൾപ്പെടെയുള്ള ഹോട്ടലായാലും ലോഡ്ജുകളായാലും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഏത് സ്ഥാപനത്തിനെതിരെയും ശക്തമായ നടപടി മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. ഇത്തരം സംഭവങ്ങൾ പിടിക്കപ്പെടുമ്പോൾ മാത്രമാണ് നടപടി സ്വീകരിക്കുന്നതെന്നും പരിശോധനകൾ ശക്തമാക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.